ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതമാണ്. ഞാനൊരു പുതിയ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെന്ത് പറഞ്ഞാൽ അമൃതപ്പൊടിയിൽ നിന്ന് കാരമൽ പുഡിങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടിയ സാധനങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. 1/2 കപ്പ് അമൃതപ്പൊടി, 1/2 കപ്പ് പഞ്ചസാര, പിന്നെ 1/4 കപ്പ് പഞ്ചസാര, വെനില എസൻസ്, 2 മുട്ട, അമൃതപ്പൊടി എടുത്ത കപ്പിലാണ് 1/2 കപ്പ് പാൽ. പിന്നെ ഗ്യാസ് കത്തിച്ചു, അതിൻ്റെ മുകളിൽ പാൻ വെച്ച് ആ പാൻ ചൂടായാൽ പിന്നെയാണ് അതിലേക്ക് ഞാൻ എടുത്ത് വെച്ച 1/4 കപ്പ് പഞ്ചസാരനെ ഇട്ടിട്ട് ഇങ്ങനെ നല്ലോണം മിക്സ് ആക്കണേ. ഈ സ്പൂണിൽ മിക്സ് ആയാൽ പിന്നെ അത് ഇങ്ങനെ കട്ടിയായിട്ട് പിന്നെ അത് മിൽക്ക് പറഞ്ഞാൽ അത് മെൽട്ടായോണ്ട് വരുന്നത്. അപ്പോൾ മെൽട്ടായി കളർ മാറി വരുന്നത്. അപ്പോൾ ഈ കളറിൽ ബ്രൗണിഷ് കളറിലായാൽ പിന്നെ അതിനെടുത്തിട്ട് ഏത് പാത്രത്തിൽ വേവിക്കണം ആ പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെക്കണം. പിന്നെ ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ എടുത്ത് വെച്ച് 2 മുട്ട ഉണ്ടല്ലോ അത് ഇടണേ. ഒരു മുട്ട പൊട്ടിച്ചു, പിന്നെ ഇന്നൊരു മുട്ട എടുത്ത് അപ്പോൾ അതിന് പൊട്ടിച്ചിട്ട് മിക്സി ജാറിലേക്ക് പിന്നെ അതിലേക്ക് 1/2 കപ്പ് അമൃതപ്പൊടി ഉണ്ടല്ലേ അതിനെയും ഇട്ട് പിന്നെ ലാസ്റ്റിക്ക് പഞ്ചസാര ഉണ്ടായില്ല 1/2 കപ്പ് ആ പഞ്ചസാര ഇട്ടിട്ട് മൂടിയിട്ട് അതെല്ലാം ഞങ്ങൾ മിക്സി ജാറിൽ അരച്ചിട്ട് പിന്നെ അത് അരച്ചെടുത്താൽ പിന്നാണ് 1/2 കപ്പ് പാലുണ്ട് അത് 1 കപ്പ് പിന്നെ പകരം ആ പാലിട്ടിട്ട് പിന്നെയും മിക്സിയിൽ അരച്ചിട്ടായാൽ പിന്നെ അതിനെ മൂടി തുറന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ അത്ര വെനില എസൻസ് ഇട്ടിട്ട് നല്ലോണം അതേ മിക്സി ജാറിലാണ് മിക്സ് ആക്കണം. അത് നല്ലോണം മിക്സ് ആയാൽ പിന്നെ ഞങ്ങൾ ഏത് പാത്രമല്ല ഷുഗർ കാരമൽ ഇട്ടിട്ടുണ്ട് അതിലേക്കാണ് ഈ മിൽക്കിനെ ഒഴിച്ചിട്ടായിട്ട് അതിനെ ഒരു മൂടി ചെമ്പ് എടുത്തിട്ട് അത് മൂടിയിട്ട് ഒരു 2 മിനിറ്റ് ആയ പിന്നെ ചൂടായ പിന്നെ അതിലെയാണ് ഇതിട്ട് വെച്ച് വേവിച്ചിട്ടായപ്പോൾ അതിങ്ങനെ കാണുമേ. പിന്നെ അതിനെ ഞാൻ ഒരു പ്ലേറ്റിലേക്കാണ് മാറ്റാൻ പോവുക. പിന്നെ ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ മുട്ടിയാലും മതി. ആ മുട്ടിട്ടായാൽ പിന്നെ അതാ നോക്കി ഇങ്ങനെ കാണുവാണ് ഗൈസ്, അടിപൊളി പുഡിങ്ങാണ്. ആ കാണുമ്പോൾ എനിക്ക് ഒരു സന്തോഷം, അത്രയും നന്നായിട്ട് വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് ഞാൻ. അപ്പം ഞാനും മോളാണ് മുറിക്കുന്നത്. അപ്പം മോൾക്ക് ഇതുവരെ കേക്കൊന്നും കൊടുത്തിട്ടില്ല ഇനി. അപ്പം ഞാൻ തന്നെ അത് ഉണ്ടാക്കിയത് കൊണ്ട് ഞാനും ടേസ്റ്റ് നോക്കി എനിക്കിഷ്ടപ്പെട്ടു. നല്ലത് ഒരു പുഡിങ് ആണ്. ടേസ്റ്റ് നോക്കുവാണ്ടിരിക്കുവാണ്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നോക്കി പിന്നെ അതേ എടുത്തിട്ട് കുറച്ച് എൻ്റെ മോൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വാവയ്ക്ക്. അപ്പോൾ അത് സ്വീറ്റല്ലേ, അപ്പോൾ ഓൾക്കും ഇഷ്ടപ്പെട്ട് അത് ഓൾ തിന്നുന്ന ഒരു ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ, ഓൾക്കൊരു ടേസ്റ്റ് ഇഷ്ടമായത് കൊണ്ടാണ് ഓൾ തിന്നുന്നത്. അങ്ങനെ പിന്നെ ഇന്നൊരു കഷ്ണം എടുത്തിട്ട് ഞാൻ തിന്നി. അപ്പോൾ ആർക്കായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായാലാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. പിന്നെ അവളെ അച്ഛന് മുമ്പിലുണ്ട്, അങ്ങനെ അക്കൗണ്ട് അച്ഛൻ നോക്കി ചെറുക്കുമായിരുന്നു അവൾ. താങ്ക് യു ഫോർ വാച്ചിങ്.